സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും. എന്താപ്പത് കഥ? സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളെ പള്ളിയിൽ ഇപ്പൊ എന്താ മുലയൂട്ടാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഊട്ടിക്കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് വിശ്രമിക്കും ചെയ്യാ. ആ വിശ്രമം കുറച്ചങ്ങോട്ട് നീണ്ടാൽ പിന്നെന്തായാലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പൊന്നാരത്തങ്ങളെ, നിങ്ങളെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞങ്ങളെ വന്യരായ ശൈഖുന മുദബ്ബിറുൽ ആലമാണെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹുൽ ബുഖാരി കൊണ്ടും മശായിഖന്മാരെ കേട്ടല്ലോ. പോലെ വന്യരായ ശൈഖുന മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹുൽ ബുഖാരി കൊണ്ടും ഇവര് തെളിയിക്കും എന്നാണ് പറഞ്ഞത്. കേട്ടല്ലോ. അള്ളാഹു തആല ഖുർആൻ ഇറക്കുമ്പോൾ അതിൽ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന കുരുവട്ടൂർ ഹാഫിള് ലോകം നിയന്ത്രിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂല്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ, അങ്ങനെ ഒരു സംഭവം നടത്തുന്ന പടച്ചോൻ അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെയാണോ കോമാട്ടുചാലിൽ അബ്ദുള്ളാഖാനെ കണ്ടുകണ നിങ്ങള്? അത് ഞാൻ കാണിച്ചു തരാം. തെളിയിക്കും. എന്ത് തെളിയിക്കും? കുരുവട്ടൂർ ഹാഫിള് ലോകം നിയന്ത്രിക്കുന്ന ഓല് ഈ പറഞ്ഞ അടിസ്ഥാനത്തിലൊക്കെ തെളിയിക്കും. മടവൂരിനെ സാക്ഷി നിർത്തി തെളിയിക്കും. കേട്ടോളി. മടവൂർ ശൈഖുന സാക്ഷി ഞങ്ങൾ തെളിയിച്ചിരിക്കും. ആര്? നൗഷാദ്. ഇവല ആശയം പോയി പടത്തിയത് ഓലെ പെണ്ണുങ്ങൾക്ക് കഴിച്ചിട്ട് ചാടി കളിച്ചാനുള്ള ഒരു ആശയത്തിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് പത്രസമ്മേളനം വിളിച്ചിട്ടും പ്രതിഷേധം നടത്തിയിട്ടും എന്തൊക്കെ കൂടിയൊക്കെ കാട്ടണമെന്നറിയോ? എന്തായാലും ആരാണ് ഈ പറയുന്ന മുദബ്ബിറുൽ ആലം എന്ന് കണ്ടോളിയിട്ട് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ലോകം നിയന്ത്രിക്കുന്ന ആള്. ഇവനാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നവരെ ഇവന്റെ കാരുണ്യം കൊണ്ടാ അവിടെ നിന്ന് നിയന്ത്രിക്കുകയാണ്. പാവം, വേറൊരു പണിയില്ല. ആ കടങ്ങാറായിക്കണം. ഈ കണ്ട മനുഷ്യന്മാരെ മുഴുവൻ നിയന്ത്രിച്ചാകെ എട്ടങ്ങേറായി. എന്നാ അങ്ങോട്ട് എടുക്കണമെന്നാവാം. ഇതിപ്പോ മടവൂര് പറ്റ കൊയങ്ങി നിർത്തിപ്പോയി. അപ്പോൾ ഇവനെ ഏൽപ്പിച്ചു. കോമാട്ടുചാലിൽ അബ്ദുള്ള കാക്കായിനെ ഏൽപ്പിച്ചതാ. അങ്ങനെ കാക്കായി നിയന്ത്രിക്കും എന്ന് ഖുർആനിലുണ്ട്. ഈ ഇരിക്കണ ചങ്ങായി ഇജാതി സാധനം ലോകം നിയന്ത്രിക്കുന്ന, ഇത്ര വിവരം കെട്ട സാധനങ്ങൾ ലോകം നിയന്ത്രിക്കുമെന്ന് ഖുർആനിലുണ്ട് എന്ന് ആര്? നൗഷാദ് പറയാം. കാരണം നൗഷാദ് അത് പറയും. അടുത്ത ഇനി നൗഷാദിനെ കിട്ടാനുള്ള ചാൻസ്. പിന്നെ നൗഷാദിനെ പുകഴ്ത്താൻ കുറച്ചാൾ വരണ്ടേ? പൊന്നാര നൗഷാദെ, എപ്പോഴെങ്കിലും ഒന്ന് ആ ഖുർആൻ ഒന്ന് എടുത്ത് ഓതി നോക്കൊണ്ടി. കുറച്ചെങ്കിലും എൻ്റെ തലയിൽ കയറാണെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോൾ എവിടെന്നെങ്കിലും ഒരു വെളിവ് കിട്ടിയാലേ കഴിച്ചിലാവുമല്ലോ. സംവിധാനങ്ങളിൽ നിന്ന് വിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കേട്ടോ. ഇത് മുമ്പ് കാന്തപുരത്തിന്റെ ആളുകളായിരുന്നു. അന്ന് കാന്തപുരത്തിന് നല്ല ബഹുമാനം ആദരവൊക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെ വെച്ചാൽ കാന്തപുരത്തിനും തെറി വിളിക്കും, ബാക്കിയുള്ളവരെയും തെറി വിളിക്കും. ആരാ എന്താന്നൊന്നുമില്ല. ഓൾക്ക് തോന്നുന്ന പോലൊക്കെ തന്തക്ക് പറഞ്ഞതാണോ, ഒറ്റ തന്തക്ക് പറഞ്ഞതാണോ, ഹലാലായിട്ട് പറഞ്ഞതാണോ, അതോ ആർക്കെങ്കിലും കൊടുത്ത എന്തൊക്കെ ചോദിക്കാന്നല്ലോ. കുടുംബത്തിൽ പറഞ്ഞതാണോ, ആണായിട്ട് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഓലെ സ്വഭാവം കേട്ടോ. നിൽക്കുന്നുണ്ടോ? അയാള് ആണായി പിറന്നവനാണെങ്കിൽ, ഹലാലിൽ പിറന്നവനാണെങ്കിൽ, കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാചറാക്കൂ. തെളിവെവിടെ? രേഖ എവിടെ? നിങ്ങൾക്ക് വായിൽ വന്നതൊക്കെ വിളിച്ചു കൂവിയിട്ട് പച്ച നുണ പറയാമെന്ന് ഇപ്പൊ കേട്ടോളൂ. ഇപ്പൊ നന്നായിക്കാണ്. ഇപ്പൊ ഇങ്ങനെ ഓലെ പെണ്ണുങ്ങൾക്കൊക്കെ കഴിച്ചിട്ട് ചാടി കളിച്ചാൽ എവിടെയെങ്കിലും ഒക്കെ തുറന്നു ആൾക്കാരെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലാതെ ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇനിയിപ്പോ ഇവിടെ. എന്നിട്ട് ഓന്റെ ആ ഒരു മൗനമായ വളരെ നിഷ്കളങ്കമായ സംസാരം ഒന്ന് കേട്ടോ കാണി. പറഞ്ഞ രൂപത്തിലുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും ആ വിശുദ്ധമായ വഴിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ 1.5 പതിറ്റാണ്ടോളമായി ഈ പ്രവർത്തന ബോധയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യരോടൊന്നിച്ച് ഞങ്ങൾ മുന്നേറ്റം സൃഷ്ടിക്കുമ്പോൾ ആദർശപരമായി കൊണ്ടുള്ള ഏത് വിമർശനങ്ങളെയും അതിനെ ആരോഗ്യപരമായി തന്നെ കാണുകയും ആ വിമർശനങ്ങളെ ഞങ്ങളുടെ
മൗലികാവകാശങ്ങളെ, ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ പോലും നിങ്ങളുടെ മൗലികാവകാശങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളത്, ബാക്കിയുള്ളവർക്കൊന്നുമില്ലേ? ഉണ്ടാ പോയിക്കഴിഞ്ഞ അവിടുന്ന് എന്റെ മൗലികാവകാശം ഇപ്പൊ കാണിച്ചു തരാം. ഈ ആൾക്കാരെ തെറി വിളിച്ചുമ്പോ ഈ പറഞ്ഞ ഈ തെറി വിളിക്കപ്പെടുന്ന ആൾക്കാർക്കൊന്നും മൗലികാവകാശം ഇവിടെ ഇല്ലല്ലോ അല്ലേ? അധികം ഇറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വേട്ടകളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെക്കുലർ രാഷ്ട്രത്തിൽ വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നും പറയാത്ത മനുഷ്യനാണ് ആര്? കുരുവട്ടൂർ കുഞ്ഞായ്മത്. എന്ത് ദയനീയമായ അവസ്ഥയാണ് അറിയോ? എന്തൊരു മനുഷ്യത്വം എന്നറിയോ? എന്റെ വർത്താനത്തിലൊക്കെ ഒന്ന് കേട്ടു നിങ്ങൾ നിലത്തരം മുഴുവനാക്കുക. ഓൻ പറഞ്ഞു തുടങ്ങിയല്ലേ? പാവാണ്. അതൊക്കെ ഇരിക്കണില്ലെങ്കിൽ എന്താ ഇരുത്തെന്നറിയോ? ഓൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല കുടുംബസഹിതന്ന്. പറ്റൂല. ആ ജാതി കൊടുക്കല ഞങ്ങൾ എ പിക്കാർക്ക് കൊടുക്കണത്, ആ ജാതി തെറി ഞങ്ങൾ എ പിക്കാരെ വിളിക്കണത്. പിന്നെ എങ്ങനെ പുറത്തിറങ്ങാനയക്കാം? നിങ്ങൾ പുറത്തിറങ്ങാനയക്കൂല. ആ കൊടുക്കൽ കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കൊടുത്തതേ തിരിച്ചു കിട്ടണുള്ളൂ. നിങ്ങൾ വാങ്ങി വെച്ചോളി. ഒരു പാവപ്പെട്ടവർക്ക് ഇപ്പൊ കുടുംബം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാ. ഞങ്ങൾ സാധുക്കളായ ഞങ്ങൾക്ക് എന്നാ ഒരു പാത്രം കൈ പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടി, വല്ലവും തരണേ അങ്ങനെ പോയിക്കൊണ്ടി. എന്നാ പിന്നെ ആരും അവഹേളിക്കാൻ നിൽക്കൂല. അതിൽ 50 അല്ലെങ്കിൽ ഉറുപ്പ് ഇട്ടെന്നോളൂ കേട്ടാ. തൊള്ളി കിടക്കണ നാവ് ഇങ്ങനെ ഒന്നല്ലല്ലോ. ആ പ്രസ് മീറ്റിൽ ആരെങ്കിലും ഒക്കെ ഇപ്പുറത്ത് നിന്നാണ്ട് ഓൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ചുമരുമ പ്രദർശിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ വന്നിരിക്കണവർ ഓടിക്കോളും. ആ ജാതി നാവാണ് ഇതിന്റെ തൊള്ളി കിടക്കുന്നത്. എങ്ങനെ ഇവനെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തിരിച്ചൊരു ഗുളിക അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടാവും. തെറി പറയാനൊരു ഗുളിക കുടിക്കുന്നുണ്ടെങ്കിൽ തെറി ആ കയറ്റിയ തെറി ഇറക്കി വിടാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? വേറെ ഗുളിക കുടിച്ചിട്ടുണ്ടാവും. അല്ല അങ്ങനെ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ മാന്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാവില്ല. കാരണം ആ കോലത്തിൽ സംസാരിക്കണ മനുഷ്യനാണ്. ഇപ്പൊ എ പിക്കാരെ കൊണ്ട് വിൽക്കുന്ന നടക്കാൻ വെച്ച. ഹാഫിള് ദുബായി പോയി, അവിടുന്ന് വീഡിയോ എടുത്ത് വിട്ടു. ഹാഫിളും ഓന്റെ പെണ്ണുങ്ങളും അവിടെ കൂടി കറങ്ങി നടക്കാണ്. പെണ്ണുങ്ങൾ ശരിക്ക് അവരത്ത് മറച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. ഇപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയും മറച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. എ പിക്കാർ എവിടെ കണ്ടാലും വീഡിയോ എടുത്ത് വിടുക. ആകണ കുടുങ്ങിന്ന പുറത്തിറങ്ങാൻ വെച്ച. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാണ്? പ്രതിഷേധം നടത്തുകയാണ്. ഞങ്ങൾക്ക് പണ്ടാരോ പറഞ്ഞു ഞങ്ങൾക്കും വേണം പൈപ്പിലെ വെള്ളവും തിരിച്ചൊലക്കിന്ന്. അതേപോലെയാണ് ഞങ്ങൾക്കും വേണം ഇവിടെ മൗലിക അവകാശങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് മാന്യമായിട്ട് ഇങ്ങനെ. എന്തൊരു നല്ല കുട്ടീന്നറിയോ? പെറ്റ തള്ള തയ്ക്കാത്ത ഡയലോഗാണ് വരാൻ പോണത്. കേട്ടോളി. ഗുരുവര്യൻ ആരാ നിങ്ങൾക്ക് അറിയോ? കുരുവട്ടൂർ ആപ്പില് കോമാട്ടുചാലിൽ അബ്ദുള്ള ഗുരുവര്യൻ. ഓൻ ഈ ലോകം നിയന്ത്രിക്കണ മനുഷ്യനായിട്ട് ഓന് ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോ ഓന്റെ വീഡിയോ എടുക്കണോ കണ്ടില്ല എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം നിങ്ങള്. ലോകം മൊത്തത്തിൽ ആരാ നിയന്ത്രിക്കണേ? കോമാട്ടുചാലിൽ അബ്ദുള്ള ഗ്ലോബൽ വില്ലേജിൽ പോയി കണ്ട് കറങ്ങി നടക്കുക. അവിടെ ഡാൻസും കണ്ട് നടക്കുമ്പോൾ അവിടെ നല്ല ഡാൻസാണ് നടക്കുക. നല്ല ഈമുള്ള ആൾക്കാർ നല്ല പാർത്തിയും മാപ്തിയൊക്കെ ഇട്ട് കുറച്ച് മൂല്യമാരും ഒക്കെ കൂടിയിട്ടാണ് അവിടെ ഡാൻസ് കളിക്കുക. അവിടെ പിന്നെ കണ്ടു നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഇവന് മുദബ്ബിറുൽ ആലം എന്നുള്ള സാധനം അവന്റെ കയ്യിലുണ്ടാവും എപ്പോഴും. അത് ഇവിടെ പെരിയിൽ വെച്ചാണ് പോയത്. അതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കണമെന്ന് കണ്ടില്ല. ഇതാകെ യൂട്യൂബിൽ ഫ്ലാഷായി. ഈ പോത്തൾ എന്നിട്ട് പറയണേ ലോകം ഓനാ നിയന്ത്രിക്കണമെന്ന്. ബുദ്ധിലോലും ചിന്തിച്ചൂടെ? ലോകം ഓൻ നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ ഓന്റെ വീഡിയോ എടുക്കണേ എങ്ങനെ ഓൻ കാണാക്കണത്? എന്നിട്ട് പറയാം ഞങ്ങളെ ഗുരുവര്യനെ പ്രത്യേകം ഫോക്കസ് ചെയ്യുകയാണ്. ഗുരുവര്യൻ എന്താണ് ചെയ്യണത്? മൊത്തത്തിൽ നിയന്ത്രിക്കാം. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഗുരുവര്യൻ നീച്ചു നിന്ന് മൂത്രമൊഴിച്ചാൽ മഴ പെയ്യും. ഗുരുവര്യൻ ആകാശത്ത് പോയിട്ട് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ചു നിർത്തിയിട്ട് വട്ടം കറക്കും. ഗുരുവര്യന്റെ കറാമത്തോണ്ട് ഡീസൽ ഇല്ലാതെ വണ്ടികളൊക്കെ ഓടി തുടങ്ങും. ആ ഗുരുവര്യന്റെ ഗതികേടാണിത്. ഇപ്പോഴും ലോകത്തിനെ നിയന്ത്രിക്കുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ ഗതികേട്. അബ്ദുള്ളനെ കാണിച്ചു തരാം, കണ്ടോളി. ഓന്റെ ഗതികേടാണെന്ത്? ഇപ്പോഴും ലോകം നിയന്ത്രിച്ചിട്ടും ഓന്റെ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കണ പോലെ കാണാൻ കഴിയണില്ല. ബാക്കി കൂടി പറയട്ടെ. ലോകം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിന്റെ ഭാര്യ എത്ര ഉയർച്ചയിൽ നിൽക്കുന്ന ആളാണ്. ദറജ അങ്ങേ തലേന് ആകാശത്തോളം ദറജയിൽ നിൽക്കുന്ന കുരുവട്ടൂർ ഹാഫിളും കോമാട്ടുചാലിൽ അബ്ദുള്ളയും അവന്റെ ഭാര്യ ആകാശത്തിന്റെ തൊട്ട് താഴെ വരെ ദറജയുള്ള ഓന്റെ പവിത്രയായ ഭാര്യയും കൂടി ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ
ലോകമൊക്കെ കൂടി നിയന്ത്രിച്ചിട്ട് ഓന്റെ പെണ്ണുങ്ങള് തട്ടിട്ടില്ലാന്നോ പുൽക്കൈ ഇട്ടില്ലാന്നോ നോക്കിയത് ഓന്റെ കണ്ണ് പെട്ടില്ല. ലോകം മൊത്തം നിയന്ത്രിക്കല്ലേ. അപ്പൊ ഓനെ സംബന്ധിച്ചിടത്തോളം അടുക്ക് കണ്ണെത്തിയില്ല. ഓനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയണത്? ഈ ലോകത്ത് ഒരില വീണത് ആര് നോക്കണം? കോമാട്ട് ചാലിൽ അബ്ദുള്ള നോക്കണം. പിന്നെ എങ്ങനെ ഓന്റെ കണ്ണിൽ ഓന്റെ പെണ്ണുങ്ങള് ഔറത്ത് മറക്കാത്ത എങ്ങനെ കാണാ? ഇതൊന്നും ഉത്തരം കൂടിയില്ലാതെ പറയാൻ കുറച്ച് ഏൽപ്പിക്കാരും. ഓനിതൊക്കെ ചിന്തിക്കണ്ടേ? ഇപ്പൊ നമ്മൾ മഴ പെയ്യുന്നുണ്ട് പുറത്ത്, നല്ല സൗണ്ട്. ഈ മഴ ആരെ നിയന്ത്രിക്കണേ? കോമാട്ട് ചാലിൽ അബ്ദുള്ള. പിന്നെ ഓന്റെ പേരി കിടക്കണ പെണ്ണുങ്ങൾ മാക്കിയിട്ട് ഗുണമെന്ന് എങ്ങനെ നോക്കുവന്? ഇതൊക്കെ കൂടി നോക്കിയിട്ട് എത്തിപ്പെടുവോ? ഏപ്പിക്കാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പൊ ഈ ചങ്ങായി ഇതൊക്കെ നിയന്ത്രിച്ച്, മടവൂരാണെങ്കിൽ ഇതൊക്കെ നിയന്ത്രിച്ച് വല്യടങ്ങറിന്റെ ഔലും കഞ്ഞിയായിട്ട് ഇവിടുന്ന് പോയി. ഇത് നടക്കൂല. കാരണം ഇത് ആൾക്കാർ മുസീബത്ത് കാട്ടല്ലേ. ഇതൊക്കെ എന്നെ നിയന്ത്രിക്കുക? ഒരു മടവൂർ ഇതൊക്കെ പോയെങ്കിൽ പടച്ചോനോട് പറഞ്ഞതൊക്കെ പണ്ടാറടക്കിക്കളി, ഞാൻ പോവാണ്, മാണെങ്കിൽ കോമാട്ടി ചാലിൽ അബ്ദുല്ലാനെ ഏൽപ്പിച്ചോളി, ഓനിപ്പോ വെറുതെ അടക്കാണ് പറഞ്ഞിട്ട് ഇത് ഓന്റെ തലയിൽ കൂട്ടിട്ടാണ് പോയി. എന്നിട്ട് ഇപ്പൊ അതുകൊണ്ട് ആ ഇടങ്ങേറായി. ഓൻ ഗ്ലോബൽ വില്ലേജിൽ എന്താ കളിക്കണേ? ഡാൻസ് കളിച്ചാണോ, ചാടി കളിച്ചാണോ, ട്രൗസർ ഇട്ടുക്കണോ, അതോ ഒന്നും ഇടാതെ ചാടി കളിച്ചാണോ? പോയി നോക്കിയതാ. അവിടെ ചെന്നപ്പോ അതിനും കുറ്റം. ഓനല്ലാതെ ആരാ നോക്കുക? അവിടെ ആൾക്കാർ ഉടുവട ഇട്ടിട്ടുണ്ടോ ഇല്ലയോ നോക്കണ്ട. കോമാട്ടി ചാലിൽ അബ്ദുല്ലാനെ ഏൽപ്പിച്ച പണിയല്ലേ. അതോ എടുക്കേണ്ട അടിയിൽ ഓന്റെ സ്വന്തം പെണ്ണുങ്ങൾ അവരത്ത് മറിച്ചുകൊണ്ട് നോക്കാൻ വൈകിട്ടില്ല എന്നുള്ള നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവൂലേ? പാവങ്ങളും ബാക്കി